യേസ് അപ്പോൾ നമ്മുടെ കരിസ്മയുടെ ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ്. വലിയ കാര്യമുള്ള വീഡിയോ ഒന്നുമല്ല. ഈ റിയർ ഷോക്ക് അബ്സർ ഇച്ചിരി ഹാർഡാണ്. നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നല്ല ഹാർഡാണ്. കാര്യം രണ്ടുപേർ വെച്ച് നല്ല ലോഡൊക്കെ എടുക്കും. പക്ഷേ നമുക്ക് ഓഫ് റോഡിലൊക്കെ അത്ര സോഫ്റ്റ്നെസ് കിട്ടണില്ല. അപ്പോൾ എന്തൊരു പണി, എൻ്റെ കയ്യിൽ പൾസറിൻ്റെ എൻഡുറൻസിൻ്റെ ഷോക്ക് അബ്സർ ഉണ്ട്, ഗ്യാസ് ചാർജ് ചെയ്തത്. ഇത് എൻഡുറൻസ് കമ്പനിയുടെയാണ് ഷോക്ക് അബ്സർ വരുന്നത്. ഇത് ബ്രാൻഡാണ്. നല്ല ആക്ഷനും നല്ല ലോങ് ട്രാവലിംഗ് ഉള്ള സസ്പെൻഷനും ഉണ്ട്. ഇത്രയും ഏകദേശം ഒരു 3 ഇഞ്ചിൻ്റെ ട്രാവലിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കാരിസ്മയ്ക്ക് അത് 2 ഇഞ്ചൊക്കെ ഉള്ളൂ എന്ന് തോന്നിട്ടു. അപ്പോൾ ഈ സാധനം ഞാൻ ആദ്യം ഇട്ട് നോക്കിയായിരുന്നാണ് ജസ്റ്റ്. അപ്പോൾ ഇതിന് ഹൈറ്റ് പോരാ. നമ്മുടെ ഒറിജിനൽ ഷോക്ക് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ ഈ പീസ് മാറ്റിയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഒരു 250 രൂപയ്ക്ക് ബാക്കിലെ ഷോക്ക് അപ്സ് നമുക്ക് ഹൈറ്റ് ചെയ്യാം. ഈ പീസ് മാത്രം മാറ്റിയിട്ടാൽ ഈ ഷോക്കിലെ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഷോക്ക് അപ്സറിനും ആ പണി ചെയ്തിട്ടുണ്ട്. ഈ പീസ് മാറ്റിയിട്ട് നല്ല ലോങ് ആക്കിയിട്ടുണ്ട്. ഇത് അപ്പാച്ചയുടെ ഇത് പീസാണ്. 2 ഇഞ്ച് ഹൈറ്റ് വ്യത്യാസമുണ്ട്. പിന്നെ ഈ ഷോക്ക് അപ്സർ നല്ല സോഫ്റ്റ് ഷോക്ക് അപ്സർ, നല്ല ആക്ഷനാണ്. ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഓഫ് റോഡൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഹൈറ്റ് കൂടുന്നതിന് മുമ്പ് ഒരു ട്രിപ്പ് നടത്തിയായിരുന്നു ഇതിട്ടിട്ട്. അപ്പോൾ അടിപൊളിയാണത്. പക്ഷേ എന്താ വെച്ചാൽ ആക്ഷൻ കൂടുതലായതുകൊണ്ട് ടയർ മുകളിൽ പോയി തട്ടും. ഇതിന് ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ അത് തട്ടാടിക്കാൻ വേണ്ടി നമ്മൾ ഷോക്ക് അബ്സറിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പൾസർ 150യുടെയാണ്, 180യുടെ അല്ല കേട്ടോ. നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാനായിട്ടുണ്ട്. ഫിറ്റ് ചെയ്യണതിന് കുറച്ച് പണിയാണ്. ഈ സൈഡ് കവറൊക്കെ അടിക്കണം. സൈലൻസർ ഉണ്ടോ, ഈ നെട്ടഴിക്കാൻ ഈ സൈലൻസർ അടിച്ച് താഴത്തേക്ക് ഇടണം. കുറേ പണിയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഷോക്ക് അബ്സർ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ സ്റ്റോക്ക്. നമ്മളിതേ ഇവിടെ ഇങ്ങനെ ഹൈറ്റ് കൂട്ടിയായിരുന്നു. ഈ പീസ് നമ്മൾ മാറ്റിയിട്ടിട്ടാണ് ഹൈറ്റ് കൂടി. ഇത്ര ഹൈറ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മൾ പൾസറിൻ്റെ എൻഡുറൻസിൻ്റെ ഷോക്ക് അബ്സറും അതുപോലെ പീസ് മാറ്റിയിട്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ തലയിരിച്ചിരുന്നതാണ്. പൾസറിൽ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റില്ല. ഈ സംഭവം ബോഡിയും മുട്ടും. ഈ ഗ്യാസിൻ്റെ സംഭവം ഇവിടെ മുട്ടും. അതുകൊണ്ട് നമ്മൾ തിരിച്ചിടണമെന്ന് ZMRലൊക്കെ വന്നാൽ ഇങ്ങനെയാണ്. ഈ സംഭവം മുകളിൽ മുട്ടണതുകൊണ്ടാണ് അവർ തിരിച്ചിട്ടിരുന്നത്. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ തിരിച്ചിടാണ്. ഇതിൻ്റെ ഈ സ്പ്രിങ് റെഡ് കളറായിരുന്നെങ്കിൽ അടിപൊളിയായതിനെ, ലുക്കായതിനെ കേട്ടോ. സംഭവം കാണാൻ നല്ലത് ഈ റെഡ് കളർ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റും സ്മൂത്ത്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് ഈ സാധനം ഉള്ളതാണ്. ഇതിന് വിലയും കുറവാണ്. ഇത് ഓരോരുത്തരാണ്ട് 1100 രൂപ കൊണ്ടുള്ളൂ ഒരു പീസിന്. അതുപോലെ നമ്മുടെ ZMRൻ്റെ ഗ്യാസ് ചാർജ് ചെയ്താണെങ്കിൽ ഏകദേശം ഒരു 2400 വരുമെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും ഇടുന്നത് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി അപ്പാച്ചയുടെയാണ് ബാക്കിൽ വാങ്ങിച്ചിടുന്നത്. അപ്പാച്ചയുടെ ഒരു ഷോക്കിന് 1800 വരും. എനിക്ക് തോന്നുന്നത് അതിലും നല്ലത് തന്നെയായിരിക്കും. കാര്യം ഈ സാധനം, ഈ കരിസ്മയുടെ ഷോക്ക്, ഹീറോൻ്റെ ഷോക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഈ 11 കൊല്ലമായിട്ടും സാധനം അല്ല 10 കൊല്ലമായിട്ടും വണ്ടി ഇത് പോയിട്ടില്ല. ഒറിജിനൽ ഷോക്ക് അബ്സറാണ്. അപ്പോൾ കരിസ്മയുടെ ഷോക്ക് അബ്സർ അങ്ങനെ വലിയ കംപ്ലൈൻറ്റൊന്നും വരുന്നില്ല. ഇതിൻ്റെ ഗ്യാസ് ചാർജ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അത്ര പോരാ. എന്ന് വെച്ചാൽ 5 കൊല്ലമായ വണ്ടിയുടെയൊക്കെ ഓയിൽസിലൊക്കെ തള്ളിപ്പോയിട്ട് ഓയിലൊക്കെ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വില കുറവാണ്. 1100 ഉള്ളൂ. ഇത് ഞാൻ ഒരു 6 മാസം മുമ്പ് ഒരു കൊല്ലം മുമ്പ് വാങ്ങിച്ചാണ്. 1050 രൂപ അന്ന് വിലയുള്ളൂ. അപ്പോൾ ഇത് നല്ല റൈഡിങ്ങൊക്കെ അടിപൊളിയാണ്. നല്ല സ്മൂത്താണ്. രണ്ടുപേരും നല്ല സോഫ്റ്റ്നെസ്സൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡിനൊക്കെ കുറച്ച് സോഫ്റ്റ്നെസ് വേണം. ട്രാവലിംഗ് കൂടുതൽ വേണം. അപ്പോൾ ഇത് നമ്മൾ ഒറിജിനൽ പൾസറിൻ്റെ വാങ്ങിച്ചാൽ അങ്ങനെ തന്നെ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ഹൈറ്റ് പോരാ. ഹൈറ്റ് കൂട്ടിയിട്ടാണെന്നുണ്ടത്. അല്ലെങ്കിൽ രണ്ടാളിരിക്കുമ്പോൾ ബാക്കിൽ ഹൈറ്റ് ഇല്ലെങ്കിൽ ടയർ മുകളിൽ പോയി മൺകാടുമേ ബോഡിമേ കുരയും. ഇത് ടയർ ഉറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പാടൊക്കെ സൈഡിൽ കാണാം. അത് ഹൈറ്റ് കൂട്ടാണ്ട് ഇട്ടത്. അപ്പോൾ നമ്മുടെ കരിസ്മയുടെ സ്റ്റോക്ക് വരുന്ന ഈ സസ്പെൻഷൻ റിയറിലുള്ള ഷോക്ക് അബ്സർ നമ്മുടെ കമ്പനി വരുന്നത് മഞ്ചൽ ഷോവ കമ്പനി, ജപ്പാൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ പൾസറിൻ്റെ വരുന്നത് എൻഡുറൻസിൻ്റെ ഉണ്ടോ. രണ്ടും വ്യത്യാസമുണ്ട്. കമ്പനി രണ്ടും വ്യത്യാസമുണ്ട്. കംഫർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. സ്റ്റോക്കിനൊക്കെ നല്ല സൂപ്പറാണ്. ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി പൾസറിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ വലിയ സൂപ്പറില്ല. പക്ഷേ ഞാൻ ഇന്ന് ഇട്ട് റൈഡ് ചെയ്തൊരു നല്ല ഓഫ് റോഡൊക്കെ ഓടിച്ച് കഴിയുമ്പോൾ എൻ്റെ ഇത് വ്യത്യാസം മനസ്സിലാവണത്. നല്ല ഷോക്ക് അബ്സറാണ് കേട്ടോ അത്. എന്തായാലും നമുക്കിത് വണ്ടിയുമേക്ക് ഇടാം. ആദ്യം ടോപ്പാണ് ഇടാം. ബാക്ക് സംഭവം കാണാൻ ബാക്കിൽ ഷോക്ക് അത്ര ഇല്ലാത്തൊരു ലുക്കാണ്. റെഡ് കളർ ഇല്ലാത്തതുകൊണ്ടേ വണ്ടി മോണോ ഷോക്ക് ആക്കിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്.
ഇച്ചിരി പണിയാണ്. ഈ എയർ ഫിൽറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു ചടങ്ങാണത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓഫ് റോഡിന് ഡുവൽ ഷോക്ക് അത്ര പോരാ. എന്തായാലും നമുക്ക് ഈ സാധനം ഇട്ടിട്ടൊരു ഓഫ് റോഡൊക്കെ പോയി നോക്കാം. 2 ഷോക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മുന്നേ ആക്ഷൻ ഇട്ട് നോക്കാം. ആക്ഷൻ കാണാൻ റെഡ് സ്പ്രിങ് തന്നെയാണ് ഭംഗിയിട്ടോ. പക്ഷേ ഇത് വെച്ച് നമുക്ക് ദൂരെ നോക്കിയ ഷോക്ക് മോണോ ഷോക്കാന്ന് തോന്നും, പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ ഷോക്കിൻ്റെ ആക്ഷൻ കാണിച്ചത് എങ്ങനെയാണ്. അവിടെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നല്ല ആക്ഷൻ ഉണ്ട്. ഷോക്ക് പോയി കുത്തുന്നില്ല. പിന്നെ ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. ഈ പൾസറിൻ്റെ ഈ ഹൈറ്റ് കൂട്ടാതെ ഈ സസ്പെൻഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടയറിൻ്റെ ഈ ഭാഗം ഇവിടെ പോയി തട്ടി വരയുന്നുണ്ടായിരുന്നു സൈഡിലൊക്കെ. ആണ് അവിടെ എറിഞ്ഞൊരു പാട് കാണാൻ പറ്റും. പിന്നെ ഹൈറ്റ് കൂട്ടിയുകൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കണം. എന്തായാലും നമുക്ക് നോക്കാം. ഇനി റൈഡൊക്കെ ചെയ്ത് ഒരു റൈഡൊക്കെ പോകുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും റൈഡ് പോയിട്ടുള്ള അപ്ഡേഷൻ ഞാനപ്പോൾ പറയാം. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ക്രാഷ് കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡൊക്കെ പോകുമ്പോൾ അത്യാവശ്യം സാധനം അത്യാവശ്യമാണ്. നമ്മുടെ CBC എക്സ്ട്രീം കൂടി ഉണ്ട്. എക്സ്ട്രീമിൻ്റെ ക്രാഷ് കാർഡ് ഞാൻ കുറച്ച് പണിയൊക്കെ ചെയ്ത് കട്ടൊക്കെ ചെയ്ത് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. ഇവിടെ പാട് കാണുന്നത്. ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇത്രയും പീസ് കളഞ്ഞിട്ടുണ്ട്. 1 ഇഞ്ച് കട്ട് ചെയ്തും ചെറുതാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ മുകളിൽ തട്ടും, അടിയിൽ ഇറങ്ങി കിടക്കും. അപ്പോൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഇത് കല്ലുമ്മ കയറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ഹൈറ്റ് കുറച്ച് 1 ഇഞ്ച് ഹൈറ്റ് കുറച്ച് മുകളിലോട്ട് പൊങ്ങി കറക്റ്റ് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ക്രാഷ് കാർഡ് പോരാ, എന്നാലും നമുക്ക് ഇതുമ്പോൾ കുറച്ച് മോഡിഫൈ ചെയ്ത് റെഡി ആക്കിയിടും. നല്ല സ്ട്രോങ് ആണ്. ഞാനിപ്പോൾ അതുമ്പോൾ വാങ്ങിച്ചു വെച്ചൊരു ക്രാഷ് കാർഡ് ഉണ്ട്. അത് നമ്മുടെ യൂണിക്കോണിൻ്റെ ആണ്. ഞങ്ങളുടെ 750 രൂപയേ ഉള്ളൂ. ഒട്ടും വിലമില്ല. ഈ ക്രാഷ് കാർഡ് ഒറിജിനലിനെ കണ്ട 1100 രൂപ വിലയുണ്ട്. CBCയുടെ എക്സ്ട്രീമിനൊക്കെ വന്ന ഹങ്കിനൊക്കെ വന്ന പഴയ ടൈപ്പ് സാധനം. നല്ല സ്ട്രോങ് ആണ്. ആ വണ്ടി 10-15 പ്രാവശ്യം വീണിട്ട് ജസ്റ്റ് ആ അപ്പർ സൈഡ് വന്ന ചെറിയതായിട്ടൊന്ന് പതിയാണ്ട് ഞളങ്ങുന്നുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല സ്ട്രോങ് സാധനമാണ്. ടാർ റോഡിലൊക്കെ വീണാനുള്ള കല്ലില്ല പറഞ്ഞ. മണ്ണിലും പുല്ലിലൊക്കെ വീണാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ടാർ റോഡിലോട്ടാണെങ്കിൽ പറഞ്ഞ് ഏത് എത്ര വലുത് വെച്ചാലും പറഞ്ഞ് പോകും, പതിയാണ്ട് വെൻഡാവും. പിന്നെ നമ്മൾ ഈ ക്രാഷ് കാർഡ് വെച്ചിട്ട് കഴിഞ്ഞാൽ എൻജിൻ കവർ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ക്രാഷ് കാർഡ് എൻജിൻ കവറും വയ്ക്കാവുന്ന സെറ്റപ്പിൽ കുറച്ച് പണിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്തൊരു വേറെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഈ ബ്രേക്ക് ഞാനിത് റീസ്റ്റോറേഷൻ ചെയ്ത സമയത്ത് പണിതുണ്ടായില്ല. കഴിഞ്ഞ ദിവസം ബ്രേക്ക് പണിത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇവിടെ ലീക്ക് വന്നായിരുന്നു. എന്തെങ്കിലും ശരിയാവുണ്ടായില്ല. ഇത് ചെറിയ കംപ്ലൈൻ്റാണ്. അപ്പോൾ ഞാനൊരു പണി ചെയ്ത് ഈ സാധനം ലീക്കായിട്ട് അവിടെ ഫ്ലൂയിഡൊക്കെ അവിടെയൊക്കെ പെയിൻറ്റൊക്കെ ജസ്റ്റ് ഒന്ന് പോയി. അപ്പോൾ കൂടുതൽ വീണതിന് മുമ്പ് ഞാൻ ഈ സാധനം നമ്മുടെ ഇത് നിസിൻ്റെ ബ്രേക്കാണ്, വില കൂടുതലാണ്. നിസിൻ്റെ ബ്രേക്ക് എടുത്തിട്ട് CBCമേക്ക് ഇട്ടിട്ട് CBCറിൽ തന്നെ നമ്മുടെ ബേബേറിൻ്റെ ബ്രേക്കാണ്. ഇത് റേറ്റ് കുറവാണ്. ആ സാധനം എടുത്ത് അങ്ങോട്ട് കയറ്റിയിട്ട്. കാര്യം നിസിൻ്റെ ബ്രേക്ക് നല്ല പെർഫോമൻസ് ഒക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സ്പെയർ കിട്ടാനും ഒരു വിലയും കൂടുതലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഫുള്ള് നമ്മൾ മുകളിലെ മാസ്റ്റർ സിലിണ്ടറും കാലിപ്പറും അങ്ങനെ തന്നെ എടുത്ത് ഇതുമേക്ക് കയറ്റി. ഇതിൻ്റെ അടുത്ത് അതുമേക്കും വെച്ച്. അപ്പോൾ നമ്മുടെ പഴയ പടത്തിലെ എക്സ്ട്രീം ഇപ്പോഴും പുലി കൊണ്ടിരിക്കണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ റോഡിൽ ഓടിക്കാവുന്ന രീതിയിൽ വർക്കിനൊക്കെ പോകുമ്പോൾ ഈ വണ്ടിയാണ് കൊണ്ടുപോകണം കേട്ടോ. ഇപ്പോഴും കിടിലം മൈലേജാണ്. ഏകദേശം ഒരു 60 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. വണ്ടി ഏകദേശം 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 7 കൊല്ലം പഴക്കമായി. ഇപ്പോഴും എഞ്ചിനൊക്കെ നല്ല കണ്ടീഷനാണ്. എല്ലാം കൊണ്ടും നമ്മുടെ കരിസ്മേനേക്കാളും പെർഫെക്റ്റ് വണ്ടി ഈ സാധനമാണെന്ന് എൻ്റെ അഭിപ്രായത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിന് ഇച്ചിരി പവറും ടോർക്കും കുറവാണെന്നുള്ളൂ. വേറെ ഒരു പ്രശ്നമില്ല. എല്ലാം കൊണ്ട് ഫിറ്റ് ആൻഡ് ഫിനിഷിങ് എല്ലാം അടിപൊളിയാണ്. ഈ മാതിരി മറച്ചിട്ട് വീണിട്ട് ഒരു സാധനം പറ്റിയില്ല. ഇനി ഓയിൽ സീൽ പോലും പൊട്ടിയിട്ടുണ്ടായില്ല. ആ മാതിരിയാണ് സംഭവം. പിന്നെ ചേസൊക്കെ കരിസ്മേനേക്കാളും സ്ട്രോങ് ആട്ടോ സാധനം. ചേസ് സിംഗാമൊക്കെ ഞാൻ അയച്ച് തൂക്കി വയ്ക്കുന്നുണ്ട്. 1/2 കിലോ ഉള്ളുണ്ട് ഇതിൻ്റെ സിംഗാമിന്. നല്ല ഹെവി സാധനമാണ്. കരിസ്മയുടെ സിംഗാമൊന്നും ഒരു ബലമില്ല. അപ്പോൾ നിസിൻ്റെ ബ്രേക്ക് പ്രീമിയം വണ്ടിയിലെല്ലാം വന്നത് നിസിൻ്റെ ബ്രേക്കാണ്. ഫ്രണ്ടിൽ ബാക്കിലും നമ്മുടെ നോർമൽ വണ്ടിയിൽ ബാക്കിലൊക്കെ നിസിൻ്റെ ബ്രേക്ക് തന്നെ വന്നത്. ഫ്രണ്ടിൽ പക്ഷേ ബേബേറാണ്. കരിസ്മയിലൊക്കെ നിസിനാണ് വന്നിരുന്നത്. അതുപോലെ വില കൂടിയ വണ്ടിയിലെല്ലാം നിസിൻ്റെ ബ്രേക്ക് സെറ്റാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് എക്സ്പൾസിൻ്റെ വെച്ചിട്ടുള്ള കേട്ടോ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ടാണ് ഈ സ്പ്രിങ്ങിൻ്റെ ഈ സ്പ്രിങ് ഉണ്ടല്ലോ, ഇത് സ്പ്രിങ്ങൊക്കെ എക്സ്പൾസിന് അപ്പുറ സൈഡാണ്, ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഈ സ്പ്രിങ്ങിൻ്റെ ഇതൊക്കെ മാറ്റണം. അതൊക്കെ ഇപ്പുറത്തേക്ക് മാറ്റണം. കുറച്ച് പണിയുണ്ട് സ്റ്റാൻഡിൻ്റെ മോഡിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അതിൻ്റെ മൗണ്ടിങ് സ്ക്രൂ അതെല്ലാം ഈ സെൻറ്ററിലെ ബോൾട്ടെല്ലാം സെയിം ആണ്. പക്ഷേ ഈ സ്പ്രിങ്ങും കുറച്ച് സംഭവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ സംഭവം അതൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഡിസ്ക് ബ്രേക്ക് വെക്കണം, അതിനുള്ള സംവിധാനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഫിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഡിസ്ക് ബ്രേക്ക് ഫിറ്റ് ചെയ്യണമായിരിക്കും ബാക്കിൽ ഇട്ടാൽ. നമ്മുടെ വണ്ടിയിലിരിക്കുന്നത് പൾസർ 220 കാറായിട്ടാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മിക്കവർക്ക് ഇപ്പോഴും സംശയമുണ്ട് ചോക്കിൻ്റെ വയർ എങ്ങനെ ഫിറ്റ് ചെയ്യണം. ചോക്ക് ഫിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ചോക്കിൻ്റെ വേണ്ട സംഭവം ഞാനിത് ചോക്ക് ഇല്ലാതെ ഒരാഴ്ച കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൾസറിൻ്റെ 60 വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. അതായത് ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ വണ്ടി നോർമലാവും. അപ്പോൾ ഇനി ചോക്ക് ഫിറ്റ് ചെയ്യണ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇടാം. അത് ഇലക്ട്രോണിക് ചോക്കാണ്. ഇലക്ട്രോണിക് ചോക്ക് വർക്ക് ചെയ്യണത് DC 12 വോൾട്ടിലാണ്. അപ്പോൾ അത് നമ്മൾ സ്വിച്ച് വഴിയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പൾസറിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സെക്കൻഡത്തേക്ക് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തേക്ക് 12 വോൾട്ട് ചെന്നിട്ട് കുറച്ച് നേരം ചോക്ക് ഓപ്പൺ ആയിരിക്കുന്ന പരിപാടിയാണ്. ഒരു കുറച്ച് സെക്കൻഡ് അതായിട്ട് നോർമലാവും. അതാണ് വണ്ടി ആദ്യമൊന്ന് റേസായിട്ട് പതിയെ സ്ലോ ആയിട്ട് തന്നെ. അതാണ് ഓട്ടോ ചോക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചോക്ക് എന്നുള്ള സംവിധാനം. വേറെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വയ്ക്കുമ്പോൾ ശരിക്കും ചോക്ക് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാവരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ചോക്കിൻ്റെ വയർ എങ്ങനെ കൊടുക്കും. അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കോൾഡ് സ്റ്റാർട്ടിങ് അടിപൊളിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റൈഡ് പോയിട്ട് മലയുടെ മുകളിൽ ടെൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നല്ല തണുപ്പത്ത് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കിയിട്ടും വണ്ടി അടിപൊളിയായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ചോക്കിൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പുതിയ അപ്ഡേഷനായിട്ട് വേറെ വീഡിയോ കാണിക്കാം. അപ്പോൾ അതുവരെയും ബൈ ബൈ.